നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നീയും നിന്റെ ഭാര്യ അനിയനും അനിയത്തിയും ഒക്കെയും കൂടി ഇതിന്റെ പേരിൽ എന്നെ തേജോവധം ചെയ്യൂ? ഇല്ലമ്മേ, ഇനി ഈ വിഷയം ഈ വീട്ടിൽ ആരും സംസാരിക്കില്ല. പക്ഷേ അനുപമ ഹർഷയെ പോയി കാണാനിടയുണ്ട്. അത് കുഴപ്പമില്ല. അനുപമ എങ്ങനെ നേരിടണമെന്ന് ഹർഷയ്ക്കറിയാം. അത് അവള് നോക്കിക്കോളും. അവിടെ എനിക്കമ്മേ പ്രശ്നം. ഹർഷ ആവശ്യമില്ലാത്തത് വല്ലതും പറഞ്ഞ അനുപമ വീണ്ടും എന്നെ സംശയിച്ചു തുടങ്ങും. നീ പേടിക്കണ്ട ഇന്ദ്ര. അനുപമ ഇനി ഹർഷ കാണാതിരുന്ന പോരെ. അതിനെന്താ ചെയ്യേണ്ടെന്ന് എനിക്കറിയാം. ശരി, അമ്മ എന്നാ കിടന്നു. ആ വാതിലും കടച്ചേക്ക്. എല്ലാവരും കൂടി തറവാട്ടിലേക്ക് താമസം മാറുന്നത് അത്ര പ്രാക്ടിക്കലാണൊരു. അണ്ണനാണെങ്കിൽ അധിക നാള് പഞ്ചരത്നം വീട് വിട്ട് മറ്റൊരിടത്ത് ജീവിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അമ്മാവന്റെ മനസ്സിലെന്താണെന്ന് അറിയില്ല. നാളെ തന്നെ തറവാട്ടിലേക്ക് മാറുകയാണെന്ന് വലിയ ആവേശത്തിലാണ് വിളിച്ചു പറഞ്ഞേ. അങ്കിള് പറഞ്ഞ പോലെ ഈ ആവേശം അവിടെ ചെല്ലുമ്പോഴുണ്ടാവുന്ന ആർക്കറിയാം. രഘുവിന് തറവാട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലതാ. കോടികൾ വിലമതിക്കുന്ന സ്വത്ത് അന്യന്മാര് തട്ടിയെടുക്കാതെ നോക്കാം. ചിലപ്പോ അത് തന്നെ ആയിരിക്കും അണ്ണന്റെ ലക്ഷ്യവും. നീ നല്ലൊരു നിലയിൽ എത്തിക്കാണാൻ അണ്ണന് അത്രമാത്രം ആഗ്രഹം. അതിന് കല്യാശ്ശേരി തറവാട്ടിൽ എനിക്ക് അവകാശമൊന്നും ഇല്ലല്ലോ അങ്കിളെ. എല്ലാം നോക്കി നടത്താൻ തയ്യാറാണെങ്കിൽ അതൊരു ജോലിയെ കരുതി ശമ്പളം പറ്റാം. അത് പഴയ കാര്യസ്ഥന്മാരുടെ പണി. അങ്ങനെയൊന്നും അല്ലടാ. നിന്റെ അമ്മാവൻ നിന്നെ ഇനി എന്ത് ജോലി ഏൽപ്പിച്ചാലും അത് അണ്ണന്റെ സ്ഥാനവും പദവിയും നിനക്ക് കൈമാറുന്നതായിട്ട് വേണം നീ കരുതാൻ. അണ്ണന് പ്രായമായിട്ട് വരില്ലേ. അണ്ണന്റെ കാലശേഷം മക്കൾക്കും കൊച്ചുമക്കൾക്കും ഒക്കെ തണലായി തന്റെ സ്ഥാനത്ത് തന്റെ അനന്തരവൻ ഉണ്ടാവണമെന്ന അണ്ണന്റെ ആഗ്രഹം. അതൊരു കാര്യസ്ഥന്റെ പണിയായിട്ടല്ല നീ കാണേണ്ടത്, അമ്മാവനോടുള്ള കടമയായിട്ട് കാണും. അപ്പോ അതിൻ്റെതായ അംഗീകാരവും അധികാരവും അണ്ണന്റെ മക്കൾ നിനക്ക് തരും. ഞാൻ വെറുതെ പറഞ്ഞത് അങ്കിളെ. എനിക്കൊരു അധികാരവും വേണ്ട. അമ്മാവന്റെ ദാസനെ കഴിഞ്ഞാൽ മതി. അമ്മാവൻ എന്നും ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരിക്കണം. അതെന്റെ പ്രാർത്ഥന. എടാ, ഞാൻ പറഞ്ഞത് നാളെ നടക്കാൻ പോകുന്ന കാര്യമല്ല, കാലം പോകെ പോകെ സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്. എല്ലാവർക്കും ഒരു മടക്കയാത്ര ഉണ്ടാവും. അതിപ്പോ ആർക്കും തടയാൻ പറ്റില്ല. രഘുവേട്ടാ, ഞാൻ റെഡിയാ. രഘുവേട്ടനെ അനുസരിച്ച് വിളിച്ചോ? നമ്മൾ ചെല്ലുമ്പോഴേക്കും അനു റെഡി ആയി നിൽക്കും. എന്നാ ഞങ്ങള് ഇറങ്ങിയാലോ അങ്കിളെ? ആയിക്കോട്ടെ. എല്ലാവരും കൂടി തറവാട്ടിൽ പോയി അടിച്ചു പൊളിക്കേ. ഒരു ദിവസം ഞാനും അങ്ങോട്ട് ഇറങ്ങാം. അന്ന് നമുക്ക് വീണ്ടും അടിച്ചു പൊളിക്കാം. കുറച്ചു ദിവസം ഞാൻ അവിടെ നിന്നായിരിക്കും ഞങ്ങളെ കോളേജിൽ പോകുന്നത്. അവിടുന്ന് 20 കിലോമീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ. ബസ്സിൽ പോയി വരാൻ പറ്റും. അതൊക്കെ മോളുടെ ഇഷ്ടം. അവിടുന്ന് പോയി ശീലമായ പിന്നെ നീ ഇങ്ങോട്ട് വരുന്ന എനിക്ക് തോന്നുന്നില്ല. മോൾക്ക് എന്താണ് സൗകര്യം വെച്ചാൽ അതുപോലെ ചെയ്യും. താങ്ക്സ് അങ്ങളെ. അപ്പൊ ശരി അങ്കിളെ, പോയിട്ട് വരാം. മോളെ മഞ്ജരി, മോൾ ഇത് മറന്നുപോയി. താങ്ക്സ് ചേച്ചി, പോയിട്ട് വരാം. ഓക്കെ. നാളെ അടക്കുന്നതിന് മുമ്പ് ഞാനും ഇന്ദ്രനും കൂടി അവിടെ എത്തിക്കോളാം സാറേ. ഇന്ന് പെട്ടെന്ന് ഈ സംഭവം കേട്ടപ്പോ ഞാൻ മാനസികമായിട്ട് അങ്ങ് തകർന്നു പോയി. ആയിക്കോട്ടെ, ബാക്കിയൊക്കെ നമുക്ക് ചടങ്ങുകൾ കഴിഞ്ഞ് തീരുമാനിക്കാം. ശരി സാറേ, നാളെ കാണാം. സച്ചി സാറിന് നല്ല സങ്കടമുണ്ട്.
സത്യന്റെ ഇന്ദുവിന്റെ കല്യാണം ഇനി നമ്മൾ വിചാരിച്ചതുപോലെ ആഘോഷമായിട്ടൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇന്ദ്ര. ആഘോഷമൊന്നുമില്ലെങ്കിലും നിശ്ചയിച്ച ദിവസം തന്നെ നടന്നാൽ മതിയായിരുന്നു. നീട്ടിവെക്കാൻ പാടില്ലല്ലോ ഇന്ദ്ര, ജാതക പ്രശ്നമുള്ളതല്ലേ. ഇന്ദ്രേട്ടാ, രഘുവേട്ടനും മജ്ജാടിയൊക്കെ വന്നിട്ടുണ്ട്. എന്നെ കൂട്ടിക്കൊണ്ടു പോവാ. ആ, ഞാനങ്ങോട്ട് ചെല്ലാം. നീ അമ്മയോട് പറഞ്ഞിട്ട് വാ. അമ്മേ, ഞാൻ വീട്ടിലേക്ക് പോവാം. ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അമ്മ ഇന്ദ്രേട്ടനെ കൊണ്ട് വിളിപ്പിച്ചാൽ മതി. ഓ, സത്യന്റെ കല്യാണമൊന്നും വിചാരിച്ച സമയത്ത് നടക്കാനിടയില്ല. നടന്നാ നടന്നു. ഏതായാലും പുടവെടുപ്പും സ്വർണ്ണമെടുപ്പും ഒന്നും ഇനി ഉണ്ടാവും തോന്നില്ല. ഉണ്ടായാലും എനിക്ക് വരാൻ പറ്റുമെന്ന് തോന്നില്ല. ഞങ്ങളെല്ലാവരും നാളെ കല്യാശ്ശേരി തറവാട്ടിലേക്ക് മാറുവാ. അതെന്താ? അല്ല, തറവാടിന്റെ ഷെയർ കിട്ടിയപ്പോ മാഷ് സച്ചിസാറിന്റെ കടം വീട്ടിയെന്നാണല്ലോ സച്ചിസാർ പറഞ്ഞത്. അതെ, അത് ഇതുവരെ തറവാട്ടിലെ ആദായത്തിൽ നിന്നുള്ള ഷെയറാ. 1 കോടി രൂപ. 1 കോടി രൂപയോ? അതെ. കല്യാശ്ശേരി തറവാടിന്റെ ശരിക്കുള്ള ആസ്തി എത്രയാന്ന് പോലും ആർക്കും അറിയത്തില്ല. അതൊക്കെ ഇനി അവിടെ ചെന്ന് എല്ലാം ഏറ്റെടുത്തിട്ട് വേണം നോക്കാൻ. മുത്തശ്ശി ഇനി മുതലെല്ലാം നോക്കി നടത്താൻ അച്ഛനെയും രഘുവേട്ടനെയും ഏൽപ്പിച്ചിരിക്കുന്നത്. ഞങ്ങൾക്കും അവിടെ പലതും ചെയ്യാനുണ്ടാവും. ആ, പിന്നെ ഒരു ദിവസം തറവാട് കാണാൻ ഇന്ദ്രേട്ടനോടൊപ്പം അമ്മയും ഞാൻ ക്ഷണിക്കാം. അമ്മ വരണേ. എന്ന് ഞാൻ ഇറങ്ങട്ടെ അമ്മേ. ഓ ശരി. സത്യം പറഞ്ഞ തിരുവോണത്തിന് പോയപ്പോ പോലും ഇത്രയും വലിയ ആസ്തി കല്യാശ്ശേരി തറവാട്ടിലുണ്ടെന്നോ, മുത്തശ്ശിയും കുഞ്ഞമ്മയും കൂടി പഞ്ചരത്നത്തിൽ വന്ന് ഇത്രയും പണവും സ്വർണവും ഏൽപ്പിക്കുമെന്നോ ഞങ്ങൾ ആരും കരുതിയതല്ല. ഇനിയിപ്പോ നാളെ പോയി അവിടുത്തെ കാര്യങ്ങൾ ഏറ്റെടുക്കുമ്പോ അറിയാം എന്തൊക്കെ പുതിയ സർപ്രൈസ് അവിടെ ഉള്ളതെന്ന്. അവിടെ താമസിച്ചാലേ എനിക്ക് വേറൊരു സൗകര്യം കൂടി ഉണ്ട്. ഡെയിലി അവിടുന്ന് കോളേജിൽ പോയിട്ട് വരാം. അത് ശരിയാണല്ലോ.